നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. രാജ്യത്തിനെതിരെ US ശതകോടീശ്വരൻ ജോർജ് സൊറോസും അയാളുടെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനും ധനസഹായം നൽകുന്ന OCCRPയുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അപകടകരമായ രാജ്യവിരുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിരിക്കുകയാണെന്ന് BJP നേതാവ് സംബിത് പാത്ര. പാർലമെന്റ് സ്തംഭിച്ചും സംഭാലിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചും പ്രതിപക്ഷം നടത്തുന്ന നീക്കങ്ങൾ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ഇക്കോട്ടരുമായി ഉണ്ടാക്കിയ ധാരണയുടെ ഭാഗമാണ്. വിദേശ ഏജൻസിയായ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്ട് OCCRPയാണ് രാഹുലിനെ നയിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ രാഹുൽ കരയും. രാഹുൽ കരഞ്ഞാൽ OCCRPക്ക് നോവും. അവർ രണ്ട് ശരീരവും ഒരാത്മാവുമാണ്. സൊറോസും രാഹുലും ഒന്നാണ്. രാജ്യ താൽപര്യങ്ങളെ ഹനിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെ രാജ്യദ്രോഹി എന്ന് വിളിക്കാൻ എനിക്ക് മടിയില്ല, സംബിത് പാത്ര പറഞ്ഞു. നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുലിനും സോണിയയ്ക്കുമെതിരായ നിയമ നടപടികളെ രാഷ്ട്രീയ പ്രേരിതമെന്നാണ് OCCRP വിശേഷിപ്പിച്ചത്. രാജ്യം മുന്നോട്ട് പോകണമെന്നും പാർലമെന്റ് പ്രവർത്തിക്കണമെന്നും രാഹുൽ ആഗ്രഹിക്കുന്നില്ല. ലോകശക്തിയായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഭാരതത്തിന്റെ കുതിപ്പ് തടയാനുള്ള വിദേശ ഏജൻസികളുടെ നീക്കങ്ങളുടെ ഭാഗമാണ് ഈ അവിശുദ്ധ കൂട്ടുകെട്ട്, സംബിത് പാത്ര പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദാനി ഗ്രൂപ്പും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ആരോപിച്ച് കോൺഗ്രസ് നേതാക്കൾ രാവിലെ സഭയ്ക്ക് അകത്തും പുറത്തും സ്റ്റിക്കർ പതിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയും ടീഷർട്ടിൽ മോദി അദാനി AK, മോദിയും അദാനിയും ഒന്നു തന്നെ എന്ന സ്റ്റിക്കർ പതിച്ചു. പ്രകോപിതനായ സ്പീക്കർ ഓം ബിർള അംഗങ്ങളുടെ വസ്ത്രത്തിൽ ത്രിവർണ പതാക മാത്രമേ ചേർക്കാൻ കഴിയൂ എന്ന് കോൺഗ്രസ് MPമാരെ ഓർമ്മിപ്പിച്ചു. അതിനിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്ന് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ഹർജിയിൽ നിലപാട് അറിയിക്കാൻ ഡൽഹി ഹൈക്കോടതി വെള്ളിയാഴ്ച കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അഭിഭാഷകനായ സത്യ സബർവാൾ സമർപ്പിച്ച സ്വാമിയുടെ ഹർജിയിൽ 2019 ഓഗസ്റ്റ് 6 താൻ ബ്രിട്ടീഷ് പാസ്പോർട്ട് കൈവശം വെച്ചിരിക്കുന്നതുപോലെ ബ്രിട്ടീഷ് പൗരനാണെന്ന് രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് സർക്കാരിനോട് സ്വമേധയാ വെളിപ്പെടുത്തി എന്ന് ആരോപിച്ച് മന്ത്രാലയത്തിന് ഒരു കത്തയച്ചു. അതിനാൽ കോൺഗ്രസ് നേതാവ് ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഭരണഘടനയുടെ 9ാം അനുച്ഛേദം ലംഘിച്ചു. ഇന്ത്യൻ പൗരത്വ നിയമത്തോടൊപ്പം വായിച്ച് ഇന്ത്യൻ പൗരത്വം അവസാനിപ്പിക്കണമെന്നും സ്വാമി പറഞ്ഞു. തന്റെ പരാതിയുടെ സ്ഥിതിയെക്കുറിച്ച് അന്വേഷിച്ച് മന്ത്രാലയത്തിന് നിരവധി നിവേദനങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ അറിയിച്ചിട്ടില്ല. വെള്ളിയാഴ്ചത്തെ വാദം കേൾക്കുന്നതിനിടെ രാഹുൽ ഗാന്ധിയുടെ പൗരത്വ വിഷയത്തിൽ അലഹബാദ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയ കർണാടക BJP പ്രവർത്തകൻ S. വിഘ്നേഷ് ശിശിർ കേസിന്റെ സംഭവ വികാസങ്ങൾ കോടതിയെ ധരിപ്പിച്ചു. മറ്റൊരു സംഭവ വികാസത്തിൽ കോൺഗ്രസ് MPയും മുതിർന്ന അഭിഭാഷകനുമായ അഭിഷേക് മനു സിംഗ്വിക്ക് അനുവദിച്ചിരുന്ന സീറ്റിൽ നിന്ന് പതിവ് പരിശോധനയ്ക്കിടെ കറൻസി നോട്ടുകൾ കണ്ടെത്തിയതായി രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻകർ സഭയെ അറിയിച്ചു. വിഷയം അന്വേഷണത്തിന് കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസ്താവനയോട് പ്രതികരിച്ച അഭിഷേക് മനു സിംഗ്വി സാഹചര്യത്തെ വിചിത്രം എന്ന് വിശേഷിപ്പിക്കുകയും തനിക്ക് പങ്കില്ലെന്ന് പറയുകയും ചെയ്തു. ജഗ്ദീപ് ധൻകറിന്റെ പ്രസ്താവന പ്രതിപക്ഷ ബെഞ്ചുകളിൽ ബഹളമുണ്ടാക്കി. അന്വേഷണം പൂർത്തിയാകാതെ ചെയർമാൻ അംഗത്തിന്റെ പേര് പറയാൻ പാടില്ലായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.